നമസ്കാരം. ചൂട് കാലത്തിൽ ശരീരത്തെ ഒന്ന് തണുപ്പിക്കാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന നാടൻ റിഫ്രഷിംഗ് ഡ്രിങ്കാണ് സംഭാരം അല്ലെങ്കിൽ മോരുവെള്ളം. സംഭാരത്തിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 ചെറിയ ഉള്ളി, ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില, 3 കാന്താരി മുളക്, പിന്നെ 4 നാരങ്ങയുടെ ഇല. നാരങ്ങയുടെ ഇല ഓപ്ഷണലാണ്, കിട്ടിയാൽ ചേർക്കാം. കാന്താരി മുളക് വന്നിട്ട് 3 എണ്ണേ ചേർക്കുന്നുള്ളൂ. എരിവിനനുസരിച്ച് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക നിങ്ങൾക്ക് ചെയ്യാം. ഇഞ്ചിനെയും ചെറിയ ഉള്ളിനെയും കാന്താരി മുളകിനെയും ഇവിടെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സി ജാറിലേക്ക് 1 കപ്പ് നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. അതേ കപ്പളവിന് 3 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സംഭാരം ഉണ്ടാക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് തന്നെ വേണം, അപ്പോഴാണ് സംഭാരത്തിന് രുചി ഉണ്ടാവുള്ളൂ. പാകത്തിന് ഉപ്പ് ചേർക്കാം. മിക്സി ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോഴാണ് തൈരും വെള്ളം നന്നായി ബ്ലെൻഡായിട്ട് വരുള്ളൂ. അടിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, ചെറിയ ഉള്ളി, കാന്താരി മുളകിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലിനെ കൈകൊണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നാരങ്ങയുടെ ഇല ഉണ്ടെങ്കിൽ അതിനെയും കൂടി കൈകൊണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് സംഭാരത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഈ എല്ലാ സ്പൈസസിൻ്റെയും ഫ്ലേവറും അരോമയൊക്കെ സംഭാരത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സംഭാരം സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തെന്ന് വെച്ചാൽ, സംഭാരം ഉണ്ടാക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് വെച്ചിട്ട് തന്നെ വേണം ഉണ്ടാക്കാൻ. മുളക് വന്നിട്ട് എരിവിനനുസരിച്ച് ചേർക്കുക. സംഭാരം ഉണ്ടാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് സംഭാരം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.